കുമളി പഞ്ചായത്ത് പൊതുവേദി പൊളിച്ചു നീക്കുന്നത് മികച്ച സൗകര്യങ്ങളുള്ള പൊതുവേദിയും കമ്മ്യൂണിറ്റി ഹാളും ശുചിമുറി സംവിധാനവും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുന്നതിനാണെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. 2021 ഇതിനുള്ള ഫണ്ട് അനുവദിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇതിന്റെ നിർമ്മാണം വൈകി. 1,45 ലക്ഷം രൂപ വിനിയോഗിച്ച് 2 നിലകളിലായി നടത്തുന്ന പുതിയ നിർമ്മാണത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ്. കുമളി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിലവിലുള്ള പൊതുവേദി പൊളിക്കുന്നതിന് പഞ്ചായത്ത് ഡയറക്ടർ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്ന് അനുമതി ലഭ്യമാക്കേണ്ടിയിരുന്നു. ഇതിനുണ്ടായ കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണം. 1.45 കോടി രൂപ വിനിയോഗിച്ച് 2 നിലകളിലായി നടത്തുന്ന പുതിയ നിർമ്മാണത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ്. നിലവിലുള്ള ജീപ്പ് സ്റ്റാൻഡ് അതേ അവസ്ഥയിൽ തന്നെ നിലനിർത്തും. ഇപ്പോഴുള്ള സ്റ്റേജിന്റെ ഭാഗത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സുരക്ഷിതമായ വിശ്രമ കേന്ദ്രം ഉണ്ടാകും. മുകളിലത്തെ നിലയിൽ കമ്മ്യൂണിറ്റി ഹാളും 6 ശുചിമുറികളും ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെബീറെ വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡിലെ പൊതുവേദി അതിമനോഹരമായ നിലവിലുള്ളതിനെക്കാട്ടി 1000 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ചെയ്തുകൊണ്ട് 3000 സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന അതിവിശാലമായ പാർക്കിങ്ങോടുകൂടി താഴെ 2 റൂമും 2 ബാത്റൂമും ബീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടി ഹൈടെക് നിലയിൽ താഴെ സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടി മേളിൽ അതിമനോഹരമായ കമ്മ്യൂണിറ്റി ഹാള് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന കമ്മ്യൂണിറ്റി ഹാള് 8 ബാത്റൂമോട് കൂടിയുള്ള ആധുനിക സൗകര്യങ്ങളടങ്ങിയ 8 ബാത്റൂമുള്ള അതിമനോഹരമായ ഹൈടെക് രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാള് പണിയാനുള്ള ടെൻഡർ അനുവദിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് നിലവിലുള്ള പൊതുവേദി പൊളിച്ചു മാറ്റുവാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കുകയും അത് ഗവൺമെന്റിൽ നിന്നുള്ള അനുമതി കിട്ടുകയും അത് ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ പൊളിച്ചു മാറ്റുകയും. നിലവിലുള്ള പൊതുവേദി പൊളിക്കുന്നതിനെതിരെ വിവിധ പ്രതിഷേധങ്ങൾ രംഗത്ത് വന്നിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ പൊതുവേദി പൊളിച്ചു നീക്കിയാൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. എന്നാൽ അതിന്റെ പേരിൽ നിർമ്മാണം മുടങ്ങില്ലെന്നും നിലവിലുള്ള പൊതുവേദി പൊളിച്ചു നീക്കിയാൽ വൈകാതെ തന്നെ പുതിയതിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമളി.